ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 12ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. 3 rectangles are to be cut along the diagonals and rearranged to form a regular pentagon as in the figure. The sides of the pentagon is 30 cm. What is the length of the sides of the rectangles? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെ 3 റെക്ടാങ്കിൾസ്, ആ 3 റെക്ടാങ്കിൾസും ഇത് രണ്ടും സെയിം റെക്ടാങ്കിൾസ് ആണ്. അതിന്റെ ഡയഗണലിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു രൂപം ഉണ്ടാക്കുന്നു. അതായത് ഈ ട്രയാങ്കിൾ എടുത്ത് ഇവിടെ വെച്ചു, ഈ ട്രയാങ്കിൾ എടുത്ത് ഇവിടെ വെച്ചു, അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തത് ഇവിടെ വെച്ചു, ഈ ട്രയാങ്കിൾ എടുത്തത് ഇവിടെ വെച്ചു, ഈ ട്രയാങ്കിൾ എടുത്തത് ഇവിടെ വെച്ചു, ഈ ട്രയാങ്കിൾ എടുത്ത് ഇവിടെ വെച്ചു. അതായത് ഇതിനെങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു രൂപം ഉണ്ടാക്കി. റെഗുലർ പെന്റഗൺ ഈസ് ഫോംഡ് and one side of this regular pentagon is 30 cm. It is given. അപ്പോൾ one side 30 cm ആണ്. അപ്പോൾ ഓരോ സൈഡും 30 cm ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഈ രണ്ട് ട്രയാങ്കിൾ ആണ് ഇത്, ഈ റെക്ടാങ്കിൾ ആണ് ഈ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 30 cm ആവുമ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നതാണ് കണ്ടോ ഇതിന്റെ ബ്രെഡ്ത്ത്, വലിയ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ റെക്ടാങ്കിൾസിന്റെ ലെങ്ത് ബ്രെഡ്ത്തും ആണ്. ഈ വലിയ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് AP. അത് 15 ആണെന്ന് കിട്ടും അല്ലേ. അതായത് ഈ 30, അതായത് ആംഗിൾ ABC. ഇവിടെ ആദ്യം നമുക്ക് ഇതിന്റെ ആംഗിൾസ് ഒന്ന് കണക്കൂട്ടുക. ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ BAE. ABCയും BAEയും, അതായത് ഓരോ ആംഗിളും ഈ അതായത് റെഗുലർ പെന്റഗണിന്റെ ഓരോ ആംഗിൾ എത്ര വിധമാണ്? 108 ഡിഗ്രി. നമുക്കറിയാം റെഗുലർ പെന്റഗണിന്റെ ഓരോ ആംഗിളും 108 ഡിഗ്രിയാണ്. അതായത് n-2 × 180/5, അതായത് 5 - 2 × 180 540, 540/5, അതായത് 108 ഡിഗ്രിയാണ് ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ. അപ്പൊ ആംഗിൾ ABC എന്ന് പറയുന്ന ഈ ആംഗിൾ 108 ആണ്. അപ്പൊ ഇത് ഓരോന്ന് എത്ര വീതം വരും? 108ന്റെ ഹാഫ് 54 വരും. അപ്പോൾ ഈ ആംഗിൾ 54 ആണ്. അതുപോലെ ഈ ആംഗിൾ അപ്പൊ എത്ര വരും? ഇവിടെയുള്ള ആംഗിൾ BAQ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 ആണ്. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഈ റൈറ്റ് ട്രയാങ്കിൾ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 54 ആണ്. ഇത് കാണാൻ 90 - 54 ദാറ്റ് ഈസ് 36. ഓക്കെ, അപ്പോൾ ഇത് 36 ആകുമ്പോൾ ഇത് 108 ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. BAE is 108. അപ്പൊ ഇത് 36 ആകുമ്പോൾ 108 ഇന്ന് 36 കുറച്ചാൽ 72. അപ്പൊ ആംഗിൾ CAP എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, വലിയ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. അത് ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. 30യുടെ ഹാഫ്, വൺ സൈഡ് 30 ആണ്. അപ്പൊ 30യുടെ ഹാഫ് 15. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ഡിസ്റ്റൻസ്. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോ നമുക്ക് അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ നോക്കിയേ, ലാർജ് റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് 15 സെന്റിമീറ്റർ. ഇനി tan 72 ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് CP/AP, CP/15 എന്ന് കിട്ടും. അപ്പൊ CP എന്ന് പറയുന്നത് 15 × tan 72. tan 72ന്റെ വാല്യൂ നമുക്കറിയാം 3.077 ടേബിളിൽ നിന്ന് കിട്ടും. അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 46.17. അതായത് CP എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ്. അപ്പോൾ വലിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് 46.17, ബ്രെഡ്ത്ത് ആണ് 15 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 46.17 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 15 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരുന്ന ഈ റെക്ടാങ്കിൾസിനൊക്കെ ലെങ്ത് ബ്രെഡ്ത്തും കാണാനാണ്. അപ്പോൾ വലിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഇനി ഇതുപോലെ ചെറിയ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും കാണണം. അതായത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും. അപ്പൊ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാ AQ ആണ്. അപ്പൊ ഇത് ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. ഹൈപ്പോട്ടന്യൂസ് അറിയാം, വൺ ആംഗിൾ അറിയാം അല്ലെ. വൺ ആംഗിൾ 54 ആണെന്നറിയാം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കാണാനുള്ള ഫോർമുല, ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ സൈൻ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ആയിരിക്കും എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ 54ന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് AQ. അപ്പോ 30 × sin 54, അതായത് 30 × sin 54ന്റെ വാല്യൂ 8090, that is 24.27. അതാണ് AQ എന്ന് പറയുന്നത്.
ആ എ ക്യു എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അതുപോലെ ബി ക്യു ബി ക്യു എന്ന് പറഞ്ഞത് ഇതാണ് കണ്ടോ, ഈ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് കാണാൻ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് ഓഫ് ദി ആംഗിൾ. അപ്പോൾ 30 ഇൻറ്റു കോസ് 54 ആണ്. കോസ് 54 എന്ന് പറയുന്നത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 0.5878 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17.63, അതായത് ഈ ഡിസ്റ്റൻസ് 17.63 ആണ്. ഈ ബി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇത് കണ്ടോ, കാരണം ഈ ട്രയാങ്കിൾ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 24.27, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 17.63. അപ്പോൾ ഈ രണ്ട് റെക്ടാങ്കിൾ സെയിം ആണ്. അപ്പോൾ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാങ്കിൾസ്. അപ്പോൾ വലിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് 46.17, വലിയ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് 15, ചെറിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് 24.27, ബ്രെഡ്ത്ത് 17.63. ടെക്സ്റ്റ് ബുക്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 40 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുകയാണ്. ദി പെർപെൻഡിക്കുലേഴ്സ് ഇൻ ദി പിക്ചർ ബിലോ ആർ ഡ്രോൺ 1 സെന്റിമീറ്റർ അപ്പാർട്ട്. ഈ ഓരോ പെർപെൻഡിക്കുലറും ഓരോ സെന്റിമീറ്റർ അപ്പാർട്ട് ആണ് വരച്ചിരിക്കുന്നത്. അതായത് ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ വീതം അകലെയാണ് ഈ പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് their heights are in arithmetic sequence. ഇതിന്റെ ഹൈറ്റും ഇതിന്റെ ഹൈറ്റും ഇതിന്റെ ഹൈറ്റും, അതായത് ഈ ഹൈറ്റ്സ് ഓഫ് ദീസ് പെർപെൻഡിക്കുലർ ലൈൻസ് ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ഹൈറ്റ് എഴുതിയിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയണം. കൂടാതെ അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതിന്റെ ഈ ആംഗിൾ 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈറ്റിനെ ഞാൻ H1 എടുത്തു, ഈ ഹൈറ്റ് H2 എടുത്തു, ഈ ഹൈറ്റ് H3 എടുത്തു, ഈ ഹൈറ്റ് H4 എടുത്തു. ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ്, അതാ ഈ ചെറിയ ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് H1, അഡ്ജസന്റ് സൈഡ് ആണ് X. അപ്പൊ tan 40 is equal to H1/x എന്ന് എഴുതാം. അപ്പൊ tan 40 H1/x ആണ്. H1 എന്ന് പറയുന്നത് വരും x into tan 40. അപ്പൊ H1 ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ ഈസ് x tan 40. ഈ ഡിസ്റ്റൻസ് നമ്മൾ x എന്ന് എടുത്തു. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത് 1 യൂണിറ്റ് ആണ്, ഇത് 1 യൂണിറ്റ് ആണ്, ഇത് 1 യൂണിറ്റ് ആണ്. അപ്പോ ഇത് H1 എടുത്താൽ H1 is equal to x tan 40. ഓക്കെ, ഇനി അതുപോലെ H2 കണ്ടുപിടിക്കാം. അപ്പൊ അത് ഈ ട്രയാങ്കിൾ എടുത്താൽ മതി. അതായത് H2 കണ്ടുപിടിക്കാൻ ഈ വലിയ ട്രയാങ്കിൾ എടുക്കണം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് H2, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് x+1 ആണ്. 1 യൂണിറ്റ് കൂടുതലുണ്ട്. അപ്പോ tan 40 എന്ന് പറയുന്നത് H2/x+1. അതായത് H2 will be equal to x+1 tan 40. അപ്പൊ H2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് x+1 into tan 40 മൾട്ടിപ്ലൈ x into tan 40 plus 1 into tan 40. അപ്പൊ x tan 40 plus tan 40, അതായത് x+1 into tan 40 എന്ന് പറഞ്ഞാൽ x into tan 40 plus 1 into tan 40. അപ്പൊ H2 കിട്ടി. ഇനി H3 ആണെങ്കിൽ ഏത് ട്രയാങ്കിൾ എടുക്കണം? ഈ ട്രയാങ്കിൾ എടുക്കണം. അപ്പൊ നോക്കിയത് ഈ വലിയ ട്രയാങ്കിൾ എടുത്തു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് H3, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ x+2 വരും. ഇത്രയും x+2 ആണ്. അപ്പൊ tan 40 എന്ന് പറയുന്നത് H3/x+2. അപ്പൊ H3 ആണ് എന്ത് ചെയ്യണം? x+2 into tan 40. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും x into tan 40 plus 2 into tan 40. അപ്പൊ നോക്കിയേ, ഹൈറ്റ് ഓഫ് ദി തേർഡ് വെർട്ടിക്കൽ ലൈൻ ഈസ് x tan 40 plus 2 tan 40. അതുപോലെ H4 ആണെങ്കിലോ, H4 ആണെങ്കിൽ x+3 into tan 40 വരും. കാരണം H4/x+3 ആണ് tan 40. അപ്പോൾ H4 എന്ന് പറയുന്നത് x+3 into tan 40. അപ്പോൾ അത് x into tan 40 plus 3 tan 40. അപ്പോൾ H4 കിട്ടും. അപ്പൊ എല്ലാത്തിന്റെ ഹൈറ്റ് നമ്മൾ x-ന്റെയും h-ന്റെയും രൂപത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. H1 എന്ന് പറഞ്ഞാൽ x tan 40 ആണ്. H2 എന്ന് പറഞ്ഞാൽ x tan 40യുടെ tan 40 കൂട്ടിയതാണ്. ഇതിനോട് tan 40 ആഡ് ചെയ്താണിത്. അപ്പൊ H2 H1 കുറച്ച് എന്താ കിട്ടുക? tan 40. അപ്പോ H2 മൈനസ് H1, കാരണം ഇതിനേക്കാൾ tan 40 കൂടുതലാണ്. x tan 40യോട് tan 40 കൂട്ടിയപ്പോഴാണ് H2 കിട്ടിയത്. അപ്പോൾ H2 മൈനസ് H1 എന്ന് പറഞ്ഞാൽ tan 40. അതുപോലെ H3 എന്ന് പറഞ്ഞാൽ x tan 40 പ്ലസ് 2 tan 40 ആണ്. H2 എന്ന് പറഞ്ഞാൽ x tan 40 പ്ലസ് tan 40 ആണ്. അപ്പൊ ഇതിനോട് വീണ്ടും tan 40 ആഡ് ചെയ്യുമ്പോഴത് വരിക. അപ്പൊ H3 H2 കുറച്ചാലും എത്ര കിട്ടും? 2 tan 40 മൈനസ് tan 40, അതായത് tan 40.
അതുപോലെ H4 H3 കുറച്ചാലും കേട്ടോ x tan 40 പ്ലസ് 2 tan 40 ഏതിൽ നിന്ന് കുറയ്ക്കണം x tan 40 പ്ലസ് 3 tan 40. അപ്പോൾ 3 tan 40 നിന്ന് 2 tan 40 കുറച്ചാൽ tan 40 x tan 40 എല്ലാത്തിനും കോമൺ ആണ്, ക്യാൻസൽ ആയി പോകും. അപ്പോൾ കണ്ടോ ഡിഫറൻസ് ഈസ് സെയിം. H2 ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ലൈൻ മൈനസ് ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഈസ് സെയിം ആസ് തേർഡ് മൈനസ് സെക്കൻഡ് വിച്ച് ഈസ് സെയിം ആസ് ഫോർത്ത് മൈനസ് തേർഡ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദി terms are same. Since difference same, it is an arithmetic sequence. അപ്പോൾ since difference same, H1, H2, H3, H4, etc. are in arithmetic sequence. Then what is the common difference? Common difference തന്നെയാണ് ഈ tan 40. അപ്പോൾ common difference is equal to tan 40. ക്ലിയർ ആയി പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ 2 പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.